എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിശ്ചയമായും നിങ്ങൾ ഒരു അനുഗ്രഹം പ്രതീക്ഷിച്ച് വേണം ഈ ആത്മീയ സന്ദേശം കാണാൻ. പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചനത്തിലേക്ക് കടക്കാം. വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 50-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 15. അനന്തരം അവൻ അവരെ ബേഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. തന്നെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്നു. എല്ലായ്പ്പോഴും ദൈവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. കർത്താവായ യേശു ക്രിസ്തു മാനവ കുലത്തിന്റെ പാപപരിഹാരത്തിനായി സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്ന് മറിയയുടെ ഉദരം കടമെടുത്ത് യേശുദേവൻ പുൽത്തൊട്ടിയിൽ പിറന്നു വീഴുകയാണ്. സ്തോത്രം, സ്തുതിക്കണമേ. യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ നടപ്പ്, യേശുവിൻ്റെ ശുശ്രൂഷ എല്ലാം അമ്മ ഒത്തിരി വർണ്ണിക്കേണ്ട സന്ദേശങ്ങളാണ്. അതൊന്നും ഞാൻ വർണ്ണിക്കുന്നില്ല. സ്തോത്രം. യേശു ഈ ഭൂമിയിൽ വന്നത് അനർത്ഥം വിതയ്ക്കാനല്ല, അനുഗ്രഹത്തിൻ്റെ വഴി വെട്ടിത്തുറക്കാനാണ്. അനർത്ഥം വിതയ്ക്കുന്ന യേശുവല്ല, അനർത്ഥത്തിന്റെ വാതിലിനെ ചവിട്ടിയടച്ച് അനുഗ്രഹത്തിന്റെ വാതിലുകളെ തുറക്കാൻ കഴിയുന്നവനാ ഞാൻ സേവിക്കുന്ന കർത്താവ്. ബ്രദർ, ഒരു സത്യം വിളിച്ചു പറയാം. ഇന്നലകളിൽ മുട്ടിയ വാതിലെല്ലാം നോ നോ എന്ന് പറഞ്ഞു നിനക്ക് മുമ്പിൽ അടഞ്ഞെങ്കിൽ എന്റെ യേശു ഭൂമിയിൽ വന്നത് വാതിൽ അടച്ച് പൂട്ടാനല്ല, അടച്ചതിനെയൊക്കെ തുറന്നു തരാൻ വേണ്ടിയാ. താങ്ക് യു ലോർഡ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവിന്റെ ജനനം, യേശുവിന്റെ ശുശ്രൂഷ, യേശുവിന്റെ മരണം. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലത്ത് ഒന്നല്ല, രണ്ടല്ല, ആയിരങ്ങളല്ല, 10,000 വചനം പറയുന്നു അനുഗ്രഹിക്കപ്പെട്ടു. ഒരാമയും പറയാമോ? യേശു നിനക്ക് വേണ്ടി ഭൂമിയിൽ വന്നതുകൊണ്ടാണ് നമുക്ക് ഈ അനുഗ്രഹമെല്ലാം ഉണ്ടായത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിനക്ക് തന്ന ദൈവാനുഗ്രഹത്തെ മനസ്സിൽ ഓർത്തുകൊണ്ട് പറഞ്ഞ് യേശു ഭൂമിയിൽ വന്നോണ്ടാ ഈ അനുഗ്രഹം എല്ലാം എനിക്ക് ഉണ്ടായത്. ഹല്ലേലൂയ. മുമ്പോട്ട് ചരിത്രം പഠിക്കുമ്പോൾ യേശു മരിച്ചപ്പോൾ യഹൂദ മതം പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. സകല മത നേതാക്കന്മാരും സാമ്രാജ്യങ്ങളും രാജാക്കന്മാരും പറഞ്ഞു ഇതോടെ ഈ ചരിത്രം അവസാനിച്ചു. ബ്രദർ, അവസാനിച്ചെന്ന് പറഞ്ഞിടത്തുനിന്ന് തുടങ്ങുന്നവനായ എൻ്റെ കർത്താവ്. ഈ സന്ദേശത്തിൽ നിന്നോണ്ടൊരു ദൂത് ഞാൻ വിളിച്ചു പറയാം. നിന്റെ ലൈഫ് അവസാനിച്ചെന്ന് ആരെങ്കിലും നിന്നോട് പറഞ്ഞെങ്കിൽ യേശു പറയാ അവസാനിക്കുകയല്ല, അത് തുടങ്ങാൻ പോകുകയാ. എല്ലാം കഴിഞ്ഞണെന്ന് പറയുന്നിടത്തുനിന്ന് തുടങ്ങുന്നതാ യേശുവിന് ഇഷ്ടം. യേശുവിന്റെ പ്രത്യേകത അറിയോ ബ്രദർ? എല്ലാം ഉള്ളവൻ ഒന്നും കൊടുക്കാൻ യേശുവിനില്ല. ഒന്നുമില്ലെന്ന് പറയുന്നവൻ എല്ലാം കൊടുക്കാനുണ്ട് യേശുവിന്റെ. ആമേൻ. കഴിഞ്ഞെന്ന് പറയുന്നിടത്തുനിന്ന് യേശു തുടങ്ങുന്നവനാ. ഉറപ്പുണ്ട്? ഒരു ഹല്ലേലൂയ പറ. അപ്പൊ ശൂന്യതയുള്ളവര് പറയണം അവിടുന്ന് തുടങ്ങാൻ പോവാ കർത്താവ്. പ്രൈസ് ഗോഡ്. നിന്റെ ലൈഫ് തുടങ്ങാൻ പോവാ. ഒരു ബിഗ് സീറോയിൽ നിന്ന് നിന്റെ ലൈഫ് കർത്താവ് ഏറ്റെടുക്കാൻ പോവാ. ഹല്ലേലൂയ. ഇന്നലെ വരെ നിന്റെ ലൈഫിൽ ഒത്തിരി സീറോ വീണു. ആദ്യം ഒരു സീറോ ഇട്ടപ്പം ആൾക്കാരെല്ലാം പറഞ്ഞു ഇവന്റെ തല കുനിഞ്ഞു. രണ്ടാമത്തെ സീറോ ഇട്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇവൻ സീറോ ആയി മാറി. മൂന്നാമത്തെ സീറോ ഇട്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു ഒരിക്കലും തല പൊക്കത്തില്ല. നാലാമത്തെ സീറോ ഇട്ടപ്പോൾ നാട്ടുകാരും ദേശക്കാരും പിശാച് പറഞ്ഞു ഇവൻ തീർന്നു. പക്ഷെ കർത്താവ് വരുന്നത് സീറോ മാറ്റാനല്ല, സീറോയുടെ അപ്പുറത്ത് അക്ക വിടുതലാണ്. ഇട്ട 4 സീറോയ്ക്ക് വിലയില്ല, ഒരക്കമിട്ടപ്പോൾ സീറോയ്ക്ക് വിലയുണ്ടായി. നിനക്ക് വന്ന സകല ശൂന്യതയ്ക്ക് മുമ്പിൽ എന്റെ ദൈവം ഒരു അക്കമിടാൻ പോകുകയാ. നിങ്ങളത് വിശ്വസിക്കാൻ തയ്യാറായിക്കേ. ഞാൻ ദൂതിന്റെ ഗൗരവമേറിയ ഭാഗത്തേക്ക് വരുന്നു. കർത്താവായ യേശു ക്രിസ്തു അരിമത്തിക്കുന്ന യോസഫിന്റെ കരളിൽ യേശുവിനെ അടക്കം ചെയ്തു. യേശു കല്ലറയിലായിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, യേശുവിനെ കൂടെ ശിഷ്യന്മാരെല്ലാം 4 വഴിക്കും ചിതറിപ്പോയി. പ്രൈസ് ഗോഡ്. എന്നാൽ ശ്രദ്ധിക്കണമേ, ദൈവത്തിന് സ്തോത്രം, യേശുവിനെ കല്ലറയിൽ അടച്ചു. ചുറ്റും ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് അവർ വലയം ചെയ്ത് ദൈവത്തിന് സ്തോത്രം, വേദപുസ്തകം പറയുന്നു റോമൻ ഗവൺമെന്റ് ഇമ്പീരിയൻ മുദ്രയിട്ടു. എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരിക്കലും ഉയർക്കരുത്. ഒരു സത്യം പറയാം, ഏത് മുദ്ര എന്തിന്മേൽ വന്നാലും അകത്തിരിക്കുന്നത് യേശുവാണെങ്കിൽ ഏത് മുദ്രകളെ യേശു പൊട്ടിച്ചിരിക്കും. യേശു പുറത്തു വന്നു, ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടു. അവർ ഒന്നിച്ചിരിക്കുമ്പോൾ അവരുടെ നടുവിൽ യേശു വന്ന് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ കഴിഞ്ഞെന്ന് പടഞ്ഞിടത്തുനിന്ന് സമാധാന പ്രഭു ഇറങ്ങി വരികയാ.
ശ്രദ്ധിക്കണമേ ബ്രദർ, ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എമ്മൂസിലേക്ക് ശിഷ്യന്മാർ പോയി. ലൂക്കോസ് വിശേഷം 20-ാം അധ്യായം 24-ാം അധ്യായം ഒക്കെ പഠിക്കുമ്പോൾ 1-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്, രാവിലെ കല്ലറ വാതിൽക്കൽ ചെന്നപ്പോൾ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. യേശുവിന്റെ ശരീരം അവിടെ ഇല്ല, വസ്ത്രം മാത്രം കിടക്കുന്നു. വാർത്ത അവരറിഞ്ഞു, ശിഷ്യന്മാരറിഞ്ഞു, നാടറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു. നാട് മുഴുവൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കണ്ട ഒരു കാഴ്ച, ദൈവത്തിന് സ്തോത്രം, അകത്ത് യേശു ധരിച്ച വസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ല. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എമ്മൂസിലേക്ക് 2 ശിഷ്യന്മാർ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഒരാൾ കൂടെ ചേർന്ന് നടന്നു. ഇവർ തമ്മിൽ തർക്കിക്കുന്ന വിഷയം എമ്മൂസിലേക്ക് പോയി ശിഷ്യന്മാരോട് ചോദിക്കുക. യേശു ചോദിക്കുക, നിങ്ങൾ ഇവിടെ തർക്കിക്കുന്ന വിഷയം എന്താ? അവർ വിവരിച്ചു, നീ ഒരുത്തൻ മാത്രം ഇവിടെ വന്ന വാർത്തയൊന്നും അറിഞ്ഞില്ലയോ? അവർ ചെന്ന വാർത്ത, നസ്രയനായ യേശു എന്ന രക്ഷകൻ, അവനെ ഇവരെല്ലാം കൂടെ ക്രൂശിച്ച് കൊന്നു, അവന്റെ മാർഗം തീർന്നെന്ന് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം കല്ലറൊക്കെ ചെന്നപ്പോൾ കല്ല് ഉരുട്ടി മാറ്റി അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കൂടെ നടക്കുന്നത് ആരാന്ന് നടന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. എന്നാൽ മുന്നോട്ട് വായിക്കുമ്പോൾ യേശു അന്ന് വെളിപ്പെട്ടവ പറയുക, അവൻ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. എന്നിട്ട് നോക്കിയേ, ഒടുവിലത്തെ ഭാഗത്തിലെ ദൂത, എന്റെ വിഷയം, യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കരം ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിന്നോണ്ട് ഈ സന്ദേശത്തെ തുടങ്ങുക. യേശുവിന് കരമുയർത്തി ആമെ അനുഗ്രഹിക്കാൻ കർത്താവിന് നിയോഗമുണ്ടെങ്കിൽ ഇന്ന് നമുക്കും ചില നിയോഗം ദൈവം തരിക, ചിലതിനെയൊക്കെ അനുഗ്രഹിക്കാൻ പോകുക. ആമേൻ. ഒരു ഭക്തനായ മനുഷ്യൻ മനസ്സ് നിറഞ്ഞ ഒരാളെ അനുഗ്രഹിച്ചാൽ അദ്ദേഹത്തിന് അത് അനുഗ്രഹം തന്നെയായിരിക്കും. വേദപുസ്തകത്തിൽ 3 തരത്തിലുള്ള അനുഗ്രഹമുണ്ട്. 1 മാതാപിതാക്കളാൽ വരുന്ന അനുഗ്രഹം, 2 അധ്യാപകരാൽ വരുന്ന അനുഗ്രഹം, അല്ലെങ്കിൽ മനുഷ്യരാൽ വരുന്ന അനുഗ്രഹം. ദൈവത്തിന് സ്തോത്രം. 3 തരത്തിൽ അനുഗ്രഹത്തെ നമുക്കൊന്ന് വേർതിരിക്കാം. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. 1 ദൈവത്തിന് സ്തോത്രം മനുഷ്യരാൽ വരുന്ന അനുഗ്രഹം, 2 ദൈവത്തിന് സ്തോത്രം പിശാചിനാൽ വരുന്ന അനുഗ്രഹം, 3 ദൈവത്താൽ വരുന്ന അനുഗ്രഹം. ഒരാമയും വരുന്നില്ലല്ലോ. ഒന്നുകൂടെ പറയാം. 1 മനുഷ്യരാൽ വരുന്ന അനുഗ്രഹം, 2 സാത്താനാൽ വരുന്ന അനുഗ്രഹം, 3 ദൈവത്താൽ വരുന്ന അനുഗ്രഹം. നമുക്ക് ഏറ്റവും അധികം വേണ്ടത് ദൈവത്താൽ വരുന്ന അനുഗ്രഹം. 2ാമത് വേണ്ടത് മനുഷ്യരാൽ വരുന്ന അനുഗ്രഹം. 3ാമത് വരുന്ന സാത്താനാൽ അത് വേണ്ട. ബ്രദർ, എങ്ങനെയും നീ അനുഗ്രഹിക്കപ്പെടണ്ട, അനുഗ്രഹിക്കപ്പെടേണ്ട പോലെ നീ അനുഗ്രഹിക്കപ്പെടണം. ആമേൻ, ആമേൻ. ദൈവം തരുന്ന അനുഗ്രഹത്തിന്റെ പ്രത്യേകത, ആ അനുഗ്രഹത്തിനകത്ത് അസമാധാനമില്ല, ഭയങ്കര സമാധാനമായിരിക്കും. എന്നോട് കർത്താവ് പറയുന്നു, സമാധാനമുള്ളൊരു അനുഗ്രഹം കർത്താവ് ഇന്ന് ചിലർക്ക് തരാൻ പോവാ. നിന്റെ വീടിനകത്ത് മഴ പെയ്യുന്ന പോലെ തമ്പുരാന്റെ ബ്ലെസ്സിങ്സ് നിന്റെ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാ പറയുന്നു പെയ്തിറങ്ങാൻ പോവാ. ഹല്ലേലൂയ. ഞാൻ വചനത്തിലേക്ക് കയറി വരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെടുമെന്ന്? വേദപുസ്തകത്തിൽ ഇത്ര സന്തോഷിക്കാൻ പറ്റിയ മറ്റൊരു പദമില്ല, ദൈവാനുഗ്രഹം എന്ന പദം. ആ അനുഗ്രഹത്തെ പല രീതിയിൽ കാണുന്നവരുണ്ട്. ചിലർ പറയും അവർ അനുഗ്രഹത്തിന്റെ പുറകെ പോവുക എന്ന് പറഞ്ഞാൽ അവർക്ക് അനുഗ്രഹം വേണ്ടായോ? വേണം താനും, പക്ഷെ പോകാൻ വയ്യാതാനും. ബ്രദർ, ഒരു സത്യം പറയാം, അനുഗ്രഹം എല്ലാവർക്കും വേണം. ബ്രദർ, അനുഗ്രഹം ദൈവം വെച്ചതാ. അതിനെ റിസീവ് ചെയ്യാൻ തയ്യാറായവർക്ക് ദൈവത്തെ വാഴ്ത്തുക. ഹല്ലേലൂയ. നീ ശപിക്കപ്പെടുകയല്ല, വചനം പറയുന്നു നീ അനുഗ്രഹിക്കപ്പെടുക തന്നെ വേണം. പ്രൈസ് ഗോഡ്. ഞാൻ 3 കാര്യങ്ങൾ ഇന്ന് തിരുവചനത്തിൽ കൂടെ തെളിയിക്കുമ്പോൾ ഈ ദൂത് അവസാനിക്കും. 1 മനുഷ്യരാൽ വരുന്ന അനുഗ്രഹം, 2 സാത്താനാൽ വരുന്ന അനുഗ്രഹം, 3 ദൈവത്താൽ വരുന്ന അനുഗ്രഹം. യേശു കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചപ്പോൾ ആ വാക്യത്തിൽ 2 നല്ല പദങ്ങളുണ്ട്. ഒന്നുകൂടെ വായിച്ചിട്ടെ. ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 50. ദൈവത്തിന് നല്ല 2 പദങ്ങളുണ്ട്. 50ാമത്തെ വാക്യം വായിച്ചേ. അനന്തരം അവൻ അവരെ ബേഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തിയവരെ അനുഗ്രഹിച്ചു. കൈ ഉയർത്തിയവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. അനുഗ്രഹം കേട്ടപ്പോൾ അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങി ചെന്നു. അനുഗ്രഹം പ്രാപിച്ച് കരഞ്ഞുകൊണ്ട് അവർ വീട്ടിൽ പോയി. അങ്ങനാണോ? സന്തോഷത്തോടെ പോയെന്നാണോ? മഹാസന്തോഷത്തോടെ. എന്നോട് കർത്താവ് പറയുന്നു, ഇന്ന് പകൽ നിന്റെ വീട്ടിൽ സന്തോഷമല്ല, മഹാസന്തോഷം തരാൻ പോവുക കർത്താവ്. കാരണം കൈ ഉയർത്തി അനുഗ്രഹിച്ച കർത്താവ് ഇന്നും നിന്നെ കൈ ഉയർത്തി അനുഗ്രഹിക്കാൻ പോകുകയാ.
ഒരിക്കലും നന്മ വിളയത്തില്ലെന്ന് പറഞ്ഞ നിന്റെ വീട്ടിൽ എന്റെ ദൈവം കൈകൾ ഉയർത്തി നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാ. നിങ്ങൾക്ക് അവിടെ ഇരുന്നോണ്ട് ഈ ദൂതിനെ റിസീവ് ചെയ്യാൻ പറ്റുമോ? എവിടെ ഇരുന്നാലും ഈ ദൂത് നിന്റെ കുടുംബത്തോട് യേശു പറയുന്ന ദൂത. അപ്പൻ അപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് ശാപം നിന്റെ വീട്ടിൽ നദി പോലെ ഒഴുകി വന്നാലും ഇന്ന് അനുഗ്രഹത്തിന്റെ ദൂത് വരുമ്പോൾ ആ നദിയുടെ ഒഴുക്ക് അവിടെ നിൽക്കും. ഒരു സത്യം പറയാം, ഞാനും നീയും എല്ലാം ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഈ ഹോളിനകത്ത് വന്നത്, അല്ലെങ്കിൽ ഈ TV പ്രോഗ്രാം കാണുന്നത് ഒറ്റ കാര്യത്തിന്, ഒരു അനുഗ്രഹത്തെ പ്രാപിക്കാനാ. അനുഗ്രഹം തരിക എന്ന് പറഞ്ഞാൽ കോടീശ്വരനാക്കാമെന്ന് നല്ല അർത്ഥം. സമാധാനമുള്ളതെല്ലാം കർത്താവ് തരും. വചനത്തിലേക്ക് നമുക്ക് ഓടി വരാം. എപ്പോൾ മുതലാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്? ഹഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കഴിയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഒന്ന് കൈകൊടുത്ത് പറഞ്ഞാട്ട്, ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹം എന്താ ബ്രദർ? 6 മാസം കഴിഞ്ഞല്ല, ഇന്ന് ഈ 16-ാം തീയതി രാവിലെ മുതൽ. ചേർന്ന് രാമയും പറ, അനുഗ്രഹം എപ്പം മുതലാ? ഇന്ന്, ഇപ്പം മുതൽ, ഇന്നു രാവിലെ മുതൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചു തുടങ്ങും. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു സന്ദേശമായ ദൂത് നീ ഏറ്റെടുത്ത് ഇന്ന് രാവിലെ മുതൽ കർത്താവിനെ അനുഗ്രഹിക്കാൻ പോവാ. ആ കൈ നെഞ്ചത്തോട്ട് വെച്ചെന്ന് പറഞ്ഞേ. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ ദൂത് നിനക്ക് വേണ്ടി എഴുതി വെച്ചതാ ദൈവം. ആരൊക്കെ നിന്നെ നോക്കി മുടിഞ്ഞു പോകുമെന്ന് പ്രാഗിയാലും നീ വിളിച്ചു പറയണം, ഇന്നു രാവിലെ മുതൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുകയാ. ബ്രദർ, ഒരു സത്യം പറയാം, മീറ്റിങ്ങിന് വന്നത് കൊണ്ട് ഒരിക്കലും നിനക്ക് അനുഗ്രഹം കിട്ടണമെന്നില്ല. ഒരാമയും വരുന്നില്ലല്ലോ. അനുഗ്രഹം വേണമെന്നൊരു വാഞ്ച നിന്റെ അകത്ത് വേണം. ഒരാമയും വരുന്നില്ലല്ലോ. അനുഗ്രഹം വേണമെന്ന് നീ ആഗ്രഹിക്കണം. നിന്റെ ശരീരത്തിൽ നാടികൾ ഇടിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ സ്പന്ദനങ്ങളിലും നീ ദൈവാനുഗ്രഹത്തെ വാഞ്ചിക്കണം. വേണം, എനിക്ക് വേണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അനുഗ്രഹമുള്ള ചിലരുടെ വായിൽ നിന്ന് വാക്ക് വരുമ്പോൾ തന്നെ അറിയാതെ നമ്മൾ വേറൊരു ലോകത്തിലെത്തും. ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ ഒന്നുമില്ലാത്തവരെ പോലെ വരെ. എൻ്റെ ബ്രദർ 5 കോടി രൂപ കടമാ ബ്രദറെ. എൻ്റെ കടക്കാരെൻ്റെ വീടിന് പ്രശ്നമുണ്ടാക്കുക, ബ്ലേഡുകാർ എന്നെ തപ്പി നടക്കുക, 6 ചെക്ക് കേസ്, പോലീസ് എന്നെ തിരക്കുന്നു. ഇങ്ങനെ 100 പ്രശ്നമായിട്ട് വരുന്ന ഒരുവനോട് വാ തുറന്ന അനുഗ്രഹത്തിന് 4 വാക്ക് പറയാം, ബ്രദറെ നീ ഒന്നും പേടിക്കണ്ട, നിനക്ക് വേണ്ടി കരുതാൻ കർത്താവുണ്ട്. താമസിക്കാതെ നിനക്കൊരു വഴി തുറക്കും. അത് അത്ഭുതത്തിൽ അത്ഭുതമായിരിക്കും. ഒരു ചുമട് ഭാരം കൊണ്ട് വന്നവൻ തിരിച്ചു പോകുന്നത് ചിരിച്ചോണ്ടാ. പ്രശ്നം മാറിയിട്ടില്ല, കാരണം അവൻ അനുഗ്രഹത്തിന്റെ പടിയിലേക്ക് കയറുക. ബ്രദർ, ശൂന്യതയിൽ കിടക്കുന്ന നിന്നോടാ ദൂത്, നിനക്കൊരു കാലം മുന്നോട്ട് വെക്കാൻ എന്റെ കർത്താവ് ഇന്ന് കൃപ തരാൻ പോവുക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാ. പരിശുദ്ധാത്മാവ് ചലിച്ചു തുടങ്ങുകയാ. ദൈവ മഹത്വത്തിന്റെ കൊടി ഇതിനകത്ത് ഉയർന്നു തുടങ്ങുകയാ. ബൈബിൾ പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അതിന് കാരണം എന്താ? 115-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യത്തിൽ വായിക്കാം. 115-ാം സങ്കീർത്തനം അതിന്റെ 12-ാമത്തെ വാക്യം. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും, അവൻ അനുഗ്രഹിക്കും, അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും, അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. കർത്താവിന് വലിപ്പ ചെറുപ്പമില്ല, ആരെയും കർത്താവ് അനുഗ്രഹിക്കും. ഒരു നല്ല പദം, ഓർത്തോർത്ത് അനുഗ്രഹിക്കും. ഓ ജീസസ്, ഇന്ന് പകൽ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയാം. കാരണം ദൈവത്തിന്റെ പുസ്തകത്തിൽ ദൈവം എഴുതി ഇന്നുവനെ ഓർത്ത് അനുഗ്രഹിക്കാൻ പോകുകയാ. നിന്റെ ഇതുവരെയുള്ള ചരിത്രത്തെ എന്റെ കർത്താവ് തുടച്ചു മാറ്റിയിട്ട് നിന്റെ കുടുംബത്തിൽ ഇതുവരെ വെളിപ്പെടാത്തൊരു അനുഗ്രഹം വേദപുസ്തകം പറയുന്നു എന്റെ ദൈവം തരാൻ പോവാ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. ബ്രദർ, നീ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ചില വാക്കുകൾ വേഗത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. ഒന്ന്, മനുഷ്യരാൽ ഉണ്ടാകുന്ന അനുഗ്രഹം. മനുഷ്യരാൽ, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യരാൽ അനുഗ്രഹങ്ങളുണ്ട്. നല്ല അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കി അനുഗ്രഹിക്കാറുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സ് തുറന്ന് അനുഗ്രഹിക്കാൻ തീരുമാനിക്കണം. രാമയും വരുന്നില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് അനുഗ്രഹം അതിനെ ചെയ്യാൻ കഴിയോ? നോക്കിയേ, ഇസഹാക്ക് തന്റെ മക്കളെ വിളിച്ച് അനുഗ്രഹിക്കുന്ന ചരിത്രം കാണാം. യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന ചരിത്രം കാണാം. വേദപുസ്തകത്തിൽ അബ്രഹാം തന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന ചരിത്രം കാണാം. വേദപുസ്തകത്തിൽ അപ്പന്മാർ, അമ്മമാർ, ദൈവത്തിന് സ്തോത്രം, മക്കളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ബ്രദർ, എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിന്റെ കുഞ്ഞ് ഒരു ഭയങ്കര കുസൃതിയുള്ള കുഞ്ഞാന്ന് വിചാരിച്ച്, ഒരാമയും വരുന്നില്ലല്ലോ. ഉടനെ പറയരുത്, ഈ നശിച്ചവൻ വന്നേ പിന്നാണ് എൻ്റെ വീട്ടിലൊരു ഗതിയില്ലാത്തത്. ഒരാമയും വരുന്നില്ലല്ലോ.
ചില അമ്മമാർ പറയും സാത്താൻ്റെ സന്തതി ഇറങ്ങിപ്പോ, അവൻ കുറച്ചാൾ കഴിയുമ്പോൾ ഒരു സാത്താനായിട്ട് തന്നെ വരും. ബ്രദർ, അത് ഉണ്ടാകരുത്. നിന്റെ മോൻ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും നീ പറയണം ആ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടവനാ, ആ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടവനാ. ഒരാമയും പറഞ്ഞാട്ട് ആ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടവനാ. എൻ്റെ കുഞ്ഞിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞ് വേറെയില്ല. ഞാൻ മാതാപിതാക്കളെ ഓർപ്പിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശപിക്കരുത്, അനുഗ്രഹിക്കണം. ആമേൻ. ഒരു കാര്യം ഓർക്കണം, അവരുടെ പ്രവൃത്തിയോ. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരിക്കലും ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ വളരെ പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിയും എന്നോട് പറഞ്ഞു, എനിക്ക് 3 മക്കളാണ്. ദൈവത്തിന് സ്തോത്രം. മൂത്തവൻ എനിക്കില്ല 3 കേസ് ഫയൽ ചെയ്തേക്കും. അപ്പൻ്റെ കണ്ണുനീരുള്ള പ്രാർത്ഥനയാണ്. അവൻ ഞാൻ ചാകുന്നതിന് മുമ്പേ അവൻ മുടിഞ്ഞു പോകുമെന്ന് അപ്പൻ എന്നോട് പറയുക. ഞാൻ പറഞ്ഞു, പൊന്ന് അപ്പച്ച, ഇന്ന് മുതൽ അപ്പച്ച തിരിച്ച് പറയണം, ഞാൻ ചാകുന്നതിന് മുമ്പ് അവൻ അനുഗ്രഹിക്കപ്പെടും. ഒരാമയും വരുന്നില്ല. ആ അപ്പച്ചൻ നീണ്ട 6 മാസങ്ങൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മോൻ ശപിക്കപ്പെട്ടവനാന്ന് 3 കൊല്ലം പറഞ്ഞു, അനുഗ്രഹിക്കപ്പെട്ടവനാന്ന് 6 മാസം പറഞ്ഞു. 6 മാസം അനുഗ്രഹിക്കപ്പെട്ടവനാന്ന് പറയുമ്പോൾ ഈ ചെറുപ്പക്കാരൻ കേസ് കൊടുത്തിട്ട് ഗൾഫിൽ പോയി. പ്രൈസ് ഗോഡ്. അവിടെ വെച്ച് കർത്താവിന് സ്തോത്രം. അവിടെ ചെന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം അറിയുന്നത് തനിക്ക് വിസ കറക്റ്റ് അല്ല. തൻ്റെ പാസ്പോർട്ട് ചെന്നപ്പോഴേ ഒരാൾ വാങ്ങിച്ചുകൊണ്ട് പാസ്പോർട്ട് ഇല്ല, വിസ ഇല്ല. അങ്ങനെ ഒരു ക്യാമ്പിൽ ചെന്നപ്പോൾ ക്യാമ്പിൽ ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ ഇതുപോലൊക്കെ വന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുണ്ട്, യോഗത്തിന് പോകണം. അങ്ങനെ എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് യോഗത്തിന് വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു, യോഗത്തിന് വന്ന് രക്ഷിക്കപ്പെടണം. അതിനെന്നെ രക്ഷിക്കപ്പെടാൻ പുള്ളി രക്ഷിക്കപ്പെട്ടു. യോഗത്തിന് ഇത് പാട്ടുപാടി. ഒരു ദിവസം പ്രാർത്ഥിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രവാചകൻ ചെന്ന് തലേ കൈവച്ച് പറഞ്ഞു, അപ്പൻ്റെ ശാപം നിന്റെ മേൽ കിടക്കും, അപ്പനോട് വിളി ക്ഷമ പറയണമെന്ന് പറഞ്ഞു. ഒരു ദിവസം അപ്പൻ്റെ വീട്ടിലൊരു ഫോണ് എടുത്തപ്പം മോനാ, ഡാഡി എന്നോട് ക്ഷമിക്കണം, ഞാൻ 3 കേസ് കൊടുത്ത എല്ലാം ഇപ്പം പിൻവലിച്ചേക്കാം, ഞാൻ രക്ഷിക്കപ്പെട്ടു. ആ അപ്പൻ്റെ മനസ്സ് നിറഞ്ഞു. നോക്കിയേ, 3 വർഷം ശപിച്ചിട്ടും ഗുണമില്ല. 6 മാസം അനുഗ്രഹിച്ചപ്പോൾ അവനും അനുഗ്രഹത്തിൻ്റെ വഴിയിൽ വന്നു. ബ്രദർ, നീ നോക്കിയേ, നിന്റെ കുഞ്ഞിനെ നിന്റെ ഭർത്താവ് നിനക്കെതിരെ നിന്റെ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കുന്നവനാണെങ്കിൽ അവൻ ഉറങ്ങുമ്പോൾ നീ അവൻ്റെ ദേഹത്തെ കൈവച്ച് അവനെ അനുഗ്രഹിച്ചു തുടങ്ങിക്കേ. നിന്റെ ഭാര്യ നിനക്ക് വഴക്കുണ്ടാക്കുന്നവനാണെങ്കിൽ അവൾ ഉറങ്ങുമ്പോൾ അവളുടെ ദേഹത്ത് കൈവച്ച് നീ അനുഗ്രഹിച്ചു തുടങ്ങി. ആ വാക്കിനകത്തൊരു അനുഗ്രഹം സൃഷ്ടിക്കപ്പെടും. ചേർന്ന് രാമയും പറഞ്ഞാട്ട് നീ പറയണം, നിന്റെ വീടിനകത്ത് അനുഗ്രഹം വന്നേ പറ്റൂ, നിന്റെ തലമുറമേൽ അനുഗ്രഹം വന്നേ പറ്റൂ. അപ്പൊ മാതാപിതാക്കളാൽ ഉണ്ടാകുന്ന അനുഗ്രഹം. രണ്ടാമത് ദൈവത്തിന് സ്തോത്രം കണ്ടിട്ടുണ്ട്, നല്ല അനുസരണത്തോടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ടിറങ്ങും മുമ്പ് അധ്യാപകർ അനുഗ്രഹിക്കും. ആമേൻ, ആമേൻ. അതും ഒരു വിലപ്പെട്ട കാര്യമാണ്, അധ്യാപകരുടെ അനുഗ്രഹം. ആമേൻ. ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. 3-ാമത്തെ കാര്യം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, ദൈവദാസന്മാരാൽ ഉണ്ടാകുന്ന അനുഗ്രഹം. പ്രൈസ് ഗോഡ്. നല്ല ആത്മീയതയോടും തീഷ്ണതയോടും പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളെ മനസ്സ് തുറഞ്ഞ് ദൈവദാസന്മാർ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം തലമുറയോളം നിലനിൽക്കും. ഹല്ലേലൂയ. രണ്ടാമത് തന്ന അനുഗ്രഹം സാത്താൻ തരുന്ന അനുഗ്രഹമാണ്. അത് വേണോ? സാത്താൻ തരുന്ന അനുഗ്രഹം, ഒരാള് നിപ്പി കോടീശ്വരനായി ലോകത്തിൽ ഇല്ലാത്ത മൊത്തം കുറുക്കു വഴി കൂടായി പുള്ളി കാശുണ്ടാക്കി. ആമേൻ. അത് ദൈവം കൊടുത്ത അനുഗ്രഹം അല്ല. ആമേൻ, ആമേൻ, ആമേൻ. ആരെയും കളിപ്പിക്കും, എങ്ങനെയും കളിപ്പിക്കും, എന്ത് കുറുക്കുമണിയും ചെയ്യും. അത് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമല്ല, അത് സാത്താൻ കൊടുക്കുന്ന അനുഗ്രഹമാണ്. ആമേൻ. ബ്രദർ, ആ അനുഗ്രഹം നമുക്ക് വേണ്ട. ആമേൻ. ഒരുവനെ ചതിച്ചുള്ള അനുഗ്രഹം നമുക്ക് വേണ്ട, ഒരുവനെ വഞ്ചിച്ചുള്ള അനുഗ്രഹം നമുക്ക് വേണ്ട. അത് നിലനിൽക്കത്തില്ല. സന്തോഷമുണ്ട്, രാമീൻ പറ. നമുക്ക് നിലനിൽക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്, അത് കർത്താവിന്റെ അനുഗ്രഹം. അതത്രേ കർത്താവ് നിനക്ക് തരാൻ പോകുന്നത്. നമുക്ക് ഒരു വാക്യത്തിലൊക്കെ വേഗത്തിൽ ഓടിക്കറാം. സദൃശ്യവാക്യം 10-ാം അധ്യായം, ദൈവത്തിന്റെ സ്തോത്രം, 6-ാമത്തെ വാക്യം. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു. ആമേൻ. ബൈബിൾ പറയുന്നു, നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ഒന്ന് കൈ കൊടുത്ത് പറ, നീതിമാനാണ് അനുഗ്രഹം വരുമെന്ന് പറ. ആമേൻ, ആമേൻ, ആമേൻ. ബൈബിൾ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സ് ഇല്ലാത്തവരായി തീർന്നു. അപ്പൊ പിന്നെ എവിടെ നീതിമാൻ? ആമേൻ, ആമേൻ, ആമേൻ. 92-ാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പ്രൈസ് ഗോഡ്, നീതിമാൻ പന പോലെ തഴയ്ക്കും. ഒന്ന് വായിച്ചേ. നീതിമാൻ പന പോലെ തഴയ്ക്കും. നീതിമാൻ ചൂരച്ചെടി പോലെ ചുളുങ്ങുവെന്നല്ല പറഞ്ഞത്, പന പോലെ തഴയ്ക്കും, പന പോലെ തഴച്ചു വരും.
ചില പറഞ്ഞത് എൻ്റെ ബ്രദറെ എന്തൊരു തഴപ്പായി ഇവൻ്റെ, അവൻ ഓർത്തോണം ദൈവത്തിൻ്റെ അനുഗ്രഹം അവൻ്റെ മേലെ വന്നോണ്ട് അവൻ തഴയ്ക്കുന്നത്. ഓ ഹല്ലേലൂയ വരുന്നില്ല. ആമേൻ. നീതിമാൻ പന പോലെ തഴയ്ക്കും. ലെബാനോനിലെ ദേവദാരു പോലെ വളരും. ദേവദാരു പോലെ അവൻ വളരും. 24-ാം സങ്കീർത്തനം എടുത്ത്, അവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. അത് ശരിയാ. അതിന്റെ 3-ാമത്തെ വാക്യം പോലെ തുടങ്ങി. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ. നിർമ്മല ഹൃദയമുള്ളവൻ. വ്യാജത്തിന് മനസ്സ് വെക്കാതെ കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്നവൻ. അവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തെ റിസീവ് ചെയ്യണം. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. 37-ാമത്തെ സങ്കീർത്തനത്തിന് 25-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. വേദപുസ്തകം പറയാം, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപ്പം ഇരക്കുന്നതും യഹോവ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നീതിമാന്മാരുടെ സന്തതി ഒരിക്കലും മുടിഞ്ഞു പോകത്തില്ല. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് വചനം പറയുന്നു, ഇന്ന് നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം കർത്താവ് നിനക്ക് തരാൻ പോവുകയാ. ഇതുവരെ ഒഴുകാത്തൊരു നദി നിന്റെ വീട്ടിലേക്ക് ഒഴുകാൻ പോകുകയാ. ഇതുവരെ വെളിപ്പെടാത്തൊരു അനുഗ്രഹത്തിന്റെ നദി നിന്റെ കുടുംബത്തിലേക്ക് എന്റെ ദൈവം ഒഴുക്കിത്തരാൻ പോകുകയാ. പരിശുദ്ധാത്മാ പറഞ്ഞ ചില തടസ്സങ്ങൾ അഴിയാൻ പോവാ. എന്നോട് കർത്താവ് പറഞ്ഞു, ചിലർ അനുഗ്രഹം പ്രാപിക്കാൻ ചിലർക്ക് മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങൾ എന്റെ ദൈവം പൊട്ടിച്ചു മാറ്റാൻ പോവാ. ഇന്ന് ആ തടസ്സത്തെ അഴിച്ചു മാറ്റിയിട്ട് ആരാധന കോട്ടയത്ത് വെളിപ്പെടുമ്പോൾ തടസ്സം നിന്റെ വീട്ടിലാ പൊട്ടാൻ പോകുന്നേ. ബ്രദർ, നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം തുടങ്ങാൻ പോവാ. ഇത് തീരാൻ പോവല്ല, ഇത് അവസാനിക്കാൻ പോവാ, ഇത് ആരംഭിക്കാൻ പോവാ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. എനിക്കറിയാം ഈ ഓഡിറ്റോറിയത്തിനകത്ത് ദൈവസാന്നിധ്യം അലതല്ലിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം തിരിച്ചറിഞ്ഞ, ഇന്നൊരു അനുഗ്രഹം റിസീവ് ചെയ്യാതെ കർത്താവ് നിന്നെ ഓഡിറ്റോറിയത്തിൽ നിന്ന് വിടത്തില്ല. ഓ എനിക്കറിയാം സംതിങ് ഹാപ്പൻ. എന്തോ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഓ എന്തോ ഇവിടെ നടന്നു കഴിഞ്ഞു. നടക്കുമെന്നല്ല, ഇപ്പോൾ നടന്നു കഴിഞ്ഞു. അറ്റ് പ്രസന്റ് ഇപ്പോൾ നടന്നു കഴിഞ്ഞു. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയോ? ദൈവം നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങുകയാ. എന്നെ കർത്താവ് കാണിക്കുകയാ. നിന്റെ അനുഗ്രഹത്തിന് തടസ്സമെല്ലാം നിന്റെ വീട്ടിൽ നിന്ന് മാറിപ്പോകുകയാ. അറിയാമോ, പലരുടെയും ഒരു പ്രവചനം പോലെ പറയാം, പലരുടെയും വീടിന്റെ വാതിൽക്ക് വരെ അനുഗ്രഹം വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. വചനം പറയുന്നു, ഇന്ന് ആ തടസ്സം പൊട്ടും. നിന്റെ വീട്ടിലേക്ക് അനുഗ്രഹം എൻട്രി ചെയ്യാൻ പോവാ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഒട്ടനവധി അത്ഭുതങ്ങൾ നിങ്ങളിപ്പോൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കർത്താവിന്റെ അത്ഭുതങ്ങളെ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ലെറ്ററുകളിലോ ഇമെയിലുകളിലോ ഫോണുകളിലോ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവർ എല്ലാ ശനിയും ഞായറും കൊടിമാത പാലത്തിനടുക്കലുള്ള ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ രാവിലെ വരിക. കർത്താവ് നിങ്ങളെ നിശ്ചയമായി അനുഗ്രഹിക്കും. നാളെ ഇതേ സമയം വീണ്ടും നമ്മൾ ഒന്നിച്ചു കാണും. ഗോഡ് ബ്ലെസ് യു.